ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലണ്ടനിൽ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ കസിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെയാണ് അപ്പോൾ നിൽക്കണത്. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്യാംഡൻ മാർക്കറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഫുഡ് സ്പോട്ട്സ്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ അജണ്ട. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്ലാൻ ചൈന ടൗൺ മാർക്കറ്റ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കിങ്സ് ക്രോസ് സ്റ്റേഷനിൽ പോയി ഒരു ട്രെയിൻ മാറിക്കയറണം. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഫിഞ്ച്ലി റോഡ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബസ് കയറി വരുമ്പോൾ, അതായത് മെട്രോ സ്റ്റേഷനിലേക്ക് ബസ് കയറി വരണമായിരുന്നു. അപ്പോൾ 6 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിഞ്ച്ലി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് മെട്രോ കയറേണ്ടത്. അപ്പോൾ അതിനെ പോയി ഫിഞ്ച്ലി റോഡിൽ നിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങിയത് പക്ഷേ 2 സ്റ്റോപ്പ് മുന്നേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടി നടക്കണം. അടുത്ത ഫിഞ്ച്ലി റോഡ് മെട്രോ സ്റ്റേഷനിലാണ് നമ്മളൊക്കെ ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ 2 സ്റ്റേഷനൊക്കെ ഉണ്ടാവും ഒരേ പേരിൽ. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ദൂരമൊക്കെ നടക്കേണ്ടി വരും. കാശും പോവും, അതാണ് വേറെ പ്രശ്നം. ഇതാണ് ഫിഞ്ച്ലി റോഡ്. ഇവിടുത്തെ കാറുകളൊക്കെ ശ്രദ്ധിച്ചറിയാം. മിനി കൂപ്പർ, വോക്സ്വാഗൺ, അതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ കാറുകൾ. ഇത് ഫിഞ്ച്ലി റോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലണ്ടൻ്റെ സോൺ 2 പെടുന്നതാണ്. അപ്പോൾ കുറച്ച് ഔട്ട്സ്കേർട്സിലാണ്. അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലണ്ടൻ, സെൻട്രൽ ലണ്ടൻ പോലെയല്ല, ഇച്ചിരി ഒരു ടൗണിൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഫിഞ്ച്ലി റോഡിൽ നിന്ന് മെട്രോ എടുത്ത് ഞങ്ങൾ കിങ്സ് ക്രോസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ കിങ്സ് ക്രോസ് എന്ന് പറയുന്നത് ലണ്ടൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്, മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കിങ്സ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രെയിൻ പോലും ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഇപ്പോൾ ഫ്രാൻസിലേക്കൊക്കെ ഉള്ള അണ്ടർ സീ ട്രെയിനുകൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കിങ്സ് ക്രോസിൽ നിന്നാണ്. അതുപോലെ തന്നെ മെട്രോയുടെ പല ലൈൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ബസ്, അതുപോലെ തന്നെ ഫുൾ ടൂറിസ്റ്റ് വൈബാണ് ഇവിടെ. നമുക്കിവിടെ ലഗേജൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസത്തിന് വേണ്ടി വയ്ക്കാനൊക്കെ സ്ഥലമുണ്ട്. പണ്ട് ലണ്ടൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷനായിരുന്നു കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇന്നും അതിൻ്റെ ഒരു പ്രൗഢി ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കിങ്സ് ക്രോസ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ചുറ്റിക്കറങ്ങാറെന്ന് കാണാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ ഒരുപാട് ഫാമേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പല ടൈപ്പുള്ള ഫുഡ് ഐറ്റംസ്, മെയിൻലി ബേക്ക്ഡ് ഐറ്റംസ് ആണ്, ജ്യൂസ്, അങ്ങനെയൊക്കെ ഒരുപാടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചീസ്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അത് മേടിച്ചിട്ട് പാക്ക് ചെയ്തോ അല്ലെങ്കിൽ അല്ലാതെയോ അവിടെ വെച്ച് കഴിച്ചിട്ടോ പോകാവുന്നതാണ്, യാത്രയ്ക്ക് വേണ്ടി പോകാവുന്നതാണ്.
പ്ലാറ്റ്ഫോം 9 3/4. അത് ആക്ച്വലി ഹാരി പോട്ടർ സിനിമയിൽ കാണിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതായത് കിങ്സ് ക്രോസിൽ വന്നിട്ടാണ് ഹാരി പോട്ടർ ഹോഗ്വാർട്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഇപ്പോൾ ഒരു ഹാരി പോട്ടർ പ്ലാറ്റ്ഫോം ഷോപ്പും ഉണ്ട്. മാത്രമല്ല ആൾക്കാരിവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതായത് ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള ഹാരി പോട്ടർ ഫാൻസിനെ കാണണമെങ്കിൽ ആക്ച്വലി ഇവിടെ വന്നാൽ മതി. അതും ചെറുപ്പക്കാരും അതിൽ പ്രായമുള്ളവർ വരെ ഉണ്ട്. പുറത്തായിട്ട് തന്നെ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. അതിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സമൂസ, പിന്നെ കുറേ ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് പാക്കേജ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാവുന്നതാണ്, അല്ലെ ട്രെയിനിലിരുന്ന് കഴിക്കാവുന്നതാണ്. ഇതാണ് സിറ്റി മാപ്പ് എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിലടിച്ചു കൊടുത്താൽ എല്ലാ ഓപ്ഷൻസും കാണിച്ചു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മെട്രോ കയറണോ, ബസ് കയറണോ, അതേ നടന്നു പോകണോ, എങ്ങനെയാണ് ഈസി എന്നുള്ളത് കാണിച്ചു തരും. അങ്ങനെ കിങ്സ് ക്രോസിൽ നിന്ന് ട്രെയിൻ കയറി, മെട്രോ കയറി ഞങ്ങൾ ലെസ്റ്റർ സ്ക്വയറിലെത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ലെസ്റ്റർ സ്ക്വയർ. ലെസ്റ്റർ സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണ് ചൈന ടൗൺ ഉള്ളത്. അവിടെ 2-3 ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടം വരെ വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ ചൈന ടൗണിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചൈന ടൗണിലെത്തി. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ഈ റെഡ് ലാൻറ്റേൺസ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചൈന ടൗണിൻ്റെ ഒരു ആക്ച്വൽ പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ചൈന ടൗൺ ബേക്കറി. ചൈനീസ് ബേക്ക്ഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയാണ്. നമ്മൾ അവിടെ കിട്ടാത്ത പല കാര്യങ്ങളും ഇവിടെ കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഏതാ നല്ലത്, ഏതാണോ എടുക്കുക എന്നൊക്കെ ഞാൻ ആലോചിക്കട്ടെ. ഏതാണോ ബണ്ണ് ഏത് പറഞ്ഞ ഉണ്ടായിരുന്നു? ഇത് അതല്ല സാധാ ബണ്ണ. ഇതാണോ? അപ്പോൾ നമ്മൾ കേക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഒരു കേക്ക് തന്നെയാണ്. ഒത്തിരി സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഏകദേശം 2 പൗണ്ടാണ് എൻ്റെ വില. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ മുട്ടയുടെ സ്വാദ് കൂടുതലൊക്കെ ഉണ്ട്. നോർമൽ കേക്കാണ്, അത്ര വലിയ സെറ്റപ്പ് എന്ന് പറയാനില്ല, എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതിൽ പല ടൈപ്പ് ചൈനീസ് ഡ്രിങ്ക്സ്, മിൽക്ക് ടീ, അല്ലാതെ നമ്മുടെ ബോബ ടീ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് പേരറിയില്ല, എന്താ സംഭവം എന്നറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നടക്കുക എന്താ കഴിക്കാൻ പറ്റുക. ഇവിടുത്തെ വേറൊരു ഫേമസ് ആയിട്ട് ഐസ്ക്രീം ഷോപ്പാണ് മാമ സൺസ് ഡർട്ടി ഐസ്ക്രീം ഷോപ്പ്. അപ്പോൾ അവിടെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ ചർച്ചകൾക്കൊടുവിൽ
ഞങ്ങൾ 2 സ്കൂപ്പ് ഐസ്ക്രീം മേടിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഓർഡർ ചെയ്യുന്ന പ്രോസസ്സിങ്ങിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓൺലൈനാണ്, കൗണ്ടറൊന്നുമില്ല, നമ്മൾ ഈ മെഷീനിലൂടെ തന്നെ ചെയ്യണം. നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീം മൈലോ ഐസ്ക്രീമും പിന്നെ ലിച്ചിയുടെ എന്തോ സോർബേ, അതായത് മിൽക്കില്ലാതെ ലിച്ചി മാത്രം ചേർത്തുണ്ടാക്കിയത്. ഇങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. നമുക്ക് ആദ്യം മൈലോ ഐസ്ക്രീം ട്രൈ ചെയ്യാം. ഒരു ചോക്ലേറ്റി ടേസ്റ്റാണ്. മൈലോയുടെ സ്വാദല്ല, വേറൊരു സ്വാദാണ്. കുഴപ്പമില്ല, നല്ല സ്വാദാണ്. ലിച്ചിയുടെ ഒരു ഫ്ലേവർ നോക്കാം. ഓ, ഇത് കൊള്ളാം. ഇത് ഐസ്ക്രീമല്ല, നമ്മൾ ലിച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ സ്വാദാണ്. ഒരു നല്ല സ്വാദാണ്. എനിക്ക് മറ്റതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാണ്. ഏതിഷ്ടം? മൈലോ ആണ് ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല അത് വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതായത് ബിലോഗ് എന്ന് പറഞ്ഞാൽ ബണ്ണിൻ്റെ ഐസ്ക്രീം വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ കോഫി ഐസ്ക്രീം ഇട്ട കോഫി, പിന്നെ ഹേലോ അങ്ങനെ ചൈന ടൗൺ കറങ്ങി ഞങ്ങൾ വീണ്ടും ലെസ്റ്റർ സ്ക്വയറിൽ തിരിച്ചെത്തി. അപ്പോൾ ലെസ്റ്റർ സ്ക്വയറിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് ഒരു പഴയ സിറ്റിയാണ്. ആ സിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും സിനിമ തിയേറ്റേഴ്സും അല്ലാതെ ഡ്രാമ കളിക്കുന്ന തിയേറ്റേഴ്സും പിന്നെ കാസിനോസും പിന്നെ പല സ്റ്റോഴ്സും. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ലെഗോ സ്റ്റോർ ഉള്ളത് നമ്മുടെ ഈ ലെസ്റ്റർ സ്ക്വയറിലാണ്. പിന്നെ M&Mൻ്റെ തന്നെ വലിയൊരു സ്റ്റോർ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റോഴ്സും പിന്നെ റെസ്റ്റോറൻറ്റ്സും, അതായത് ഇന്ത്യൻ ക്വിസിൻ മുതൽ അങ്ങോട്ട് പല ടൈപ്പ് ക്വിസിൻസുള്ള പല റെസ്റ്റോറൻറ്റ്സും ഈ കാണുന്ന ലെസ്റ്റർ സ്ക്വയറിൽ നമുക്ക് കാണാൻ സാധിക്കും. ലെസ്റ്റർ സ്ക്വയർ ഒരു പ്രീമിയം ഷോപ്പിംഗ് സ്ട്രീറ്റ് കൂടിയാണ്. എല്ലാ പ്രീമിയം സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈഫൈ ആണ്. ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ദ ഡിഷും ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര റേറ്റുമാണ്. ഇത് ചൂസിങ് കീപ്പിംഗ് എന്ന് പറഞ്ഞ സ്റ്റോറാണ്. ഇതൊരു സ്റ്റേഷനറി സ്റ്റോറാണ്. അവൾക്കിവിടെ വരുന്ന ഭയങ്കര നിർബന്ധമായിരുന്നു. എന്താണെന്ന് നോക്കാൻ ഇവിടെ ഉള്ളത്. എന്തത്? എനിക്കെന്താ എത്ര രൂപ? അങ്ങനെ ഇത് ചൂസിങ് കീപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റോറാണ്. ഇവിടെ മെയിനായിട്ട് വെക്കുന്നത് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. പക്ഷെ വില അതിഭീകരമാണ്. എന്നാലും ഇതൊരു പ്രീമിയം ഷോപ്പായിട്ട് കണക്കാക്കി ആൾക്കാർ വന്ന് ചിലപ്പോൾ ഒക്കെ മേടിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബോർഡ് ഗെയിംസ് മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. നമ്മൾ കളിച്ചിട്ടുള്ള പല ബോർഡ് ഗെയിംസ് അല്ലാതെ പല ടൈപ്പ് പല വെറൈറ്റി ബോർഡ് ഗെയിംസാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. പിന്നെ DVD ഒക്കെ വിൽക്കുന്ന കടയാണ്. സിസ്റ്റർ
സ്ട്രീറ്റിൽ നിറയെ ബുക്സും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷനബിൾ ഐറ്റംസ് കളക്റ്റബിൾസൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ അവിടെ കയറിയപ്പോൾ സ്ട്രീറ്റാണ്. അപ്പോൾ അവിടുത്തെ ഒരു കടയിൽ ഞാൻ കയറിയപ്പോൾ തന്ത്രവിദ്യ അതല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള ഇന്ത്യൻ റിലേറ്റഡ് ഫിലോസഫി റിലേറ്റഡ് ഒരുപാട് ബുക്ക് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെ ഒരുപാട് ഷോപ്പിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതിലൂടെ എല്ലാം നടന്ന് അവിടെ നിന്നൊരു ചെറിയ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ നാഷണൽ ഗാലറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നാഷണൽ ഗാലറി ഇരിക്കുന്നത് ട്രഫൽഗഡ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ട്രഫൽഗഡ് സ്ക്വയറിൻ്റെ നടുവിൽ ആണ് ഈ നാഷണൽ ഗാലറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചിത്രങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം മാത്രമല്ല ഈ പറയുന്ന നാഷണൽ ഗാലറി. നമ്മുടെ ഇത്രയും നാളത്തെ ചരിത്രവും അതുപോലെ തന്നെ വികാരങ്ങളും മനുഷ്യൻ്റെ വികാരങ്ങളും ഒക്കെ നിശ്ചലമായിട്ടല്ലെങ്കിൽ ഒരു പരിധിവരെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നാഷണൽ ഗാലറി ഞാൻ കരുതിയതിനേക്കാൾ കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഒരുപാട് സമയം ചെലവഴിച്ച് അവിടെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഹാളിലൂടെ നടക്കുമ്പോൾ ഓരോ ചിത്രവും ഓരോ കഥ പറയുന്നുണ്ട്. പ്രണയത്തിൻ്റെ, വേദനയുടെ, യുദ്ധങ്ങളുടെ. ക്യാമറകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ചിത്രകാരന്മാരിലൂടെയാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം ഈയിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ആ ചിത്രങ്ങളും ഈ ഗാലറിയിൽ ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാഷണൽ ഗാലറി കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് നിറയെ പെയിൻറ്റിങ്സാണ്. പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോൾ 1400 മുതലുള്ള പെയിൻറ്റിങ്സ്, വാൻ ഗോഗിൻ്റെയും ഡാവിഞ്ചിയുടെയും മൈക്കലാഞ്ചലോയുടെയും ഒക്കെ പെയിൻറ്റിങ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരുപാടുണ്ട്. ഒരു ദിവസം മൊത്തം നടന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള അത്രയും പെയിൻറ്റിങ്സ് ഗാലറിയിലുണ്ട്. അപ്പോൾ ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ നാഷണൽ ഗാലറി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ക്യാംഡൻ മാർക്കറ്റാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിൽ നമുക്ക് ചീപ്പായിട്ട് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റും കീ ചെയിൻസും ഒക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലം. ഞങ്ങൾ ഒരു അബദ്ധം കാണിച്ചു. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ മേടിച്ചു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ചീപ്പായിട്ട് സെയിം സാധനം നമുക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് പ്ലാൻ ഉള്ളവരാണെങ്കിൽ ക്യാംഡൻ മാർക്കറ്റിൽ വന്നൊന്ന് നോക്കുക. അങ്ങനെ ഞങ്ങൾ ക്യാംഡൻ മാർക്കറ്റിലൂടെ കുറേ നേരം ചിലവഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ലണ്ടൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ലണ്ടൻ, നമ്മളിന്ന് 4ാമത്തെ ദിവസമാണ് ലണ്ടനിൽ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ലണ്ടനിൽ നിന്ന് ബസ് കയറി മാഞ്ചസ്റ്ററിലേക്ക് പോവുക എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ കസിൻ സൂരജ് ഉള്ളത്. അപ്പോൾ സൂരജിൻ്റെ വൈഫ് ലണ്ടനിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ സൂരജിൻ്റെ വൈഫിൻ്റെ കൂടെ ലണ്ടനിലേക്ക് ഇന്ന് ബസ്സിന് പോവാണ്. അങ്ങനെ 4 ദിവസത്തെ ലണ്ടൻ യാത്ര കഴിഞ്ഞ് കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫ്ലെക്സ് ബസ് എന്ന് പറയുന്ന ഒരു സർവീസ് വഴിയാണ്. അതാണ് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള ഒരു ഓപ്ഷൻ. ഏകദേശം 4 മണിക്കൂറാണ് ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള യാത്ര.
അപ്പോൾ ഇനി നമ്മളൊരു പുതിയ നഗരവും പുതിയ അനുഭവങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലണ്ടൻ നൽകിയ ഈ 4 ദിവസവും വളരെ മനോഹരമായിരുന്നു ആക്ച്വലി. ഇനിയും ഒരിക്കൽ കൂടി ലണ്ടനിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ലണ്ടൻ എപ്പിസോഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ UK യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, പകരം ലണ്ടൻ എപ്പിസോഡ്സ് മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ യാത്ര മാഞ്ചസ്റ്റർ, സ്കോട്ട്ലൻഡ്, പിന്നെ കേംബ്രിഡ്ജ് തുടങ്ങിയ സിറ്റിയിലൂടെയാണ്. അപ്പോൾ ആ യാത്രയുടെ വിവരങ്ങളും കാണാൻ വേണ്ടി എല്ലാവരും ഉറപ്പായിട്ടും കാത്തിരിക്കണം. ഒരുപാട് മനോഹരമായ വിഷ്വൽസ് ആ യാത്രയിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട്. അങ്ങനെ ലണ്ടൻ നമ്മൾ കവർ ചെയ്ത് ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് ഇപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 4 മണിക്കൂർ സമയമെടുത്തു അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ. അപ്പോൾ അങ്ങനെ ഈ ഫ്ലിക്സ്ബസ്സിൻ്റെ ബസ്സിലാണ് ഞങ്ങൾ. ഈ ബസ്സിലാണ് കോച്ച് എന്നാണ് അവിടെ പറയണത്. അതിലാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. അപ്പോൾ ഇനി മുതലുള്ള നമ്മുടെ യാത്രയിലുള്ള 2 പേരാണ് ദൃശ്യ, പിന്നൊന്ന് സൂരജ്. ഇവരെ നമുക്ക് കാര്യമായിട്ട് നാളത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. കാരണം നമ്മൾ യാത്ര ഒരുപാട് ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും ഇന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ലണ്ടനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാഞ്ചസ്റ്റർ ഒരു ഹൈടെക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മോഡേൺ സിറ്റിയാണ്. ഒരുപാട് ഹൈറൈസ് ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ് മാഞ്ചസ്റ്റർ. അപ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ തെരുവിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം ഉണ്ട് മാഞ്ചസ്റ്ററിൽ നമ്മുടെ സൂരജ് താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും മാഞ്ചസ്റ്ററിലെയും സ്കോട്ട്ലൻഡിലെയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.